ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. പാഠത്തിന്റെ പേര് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ. ഇത് എഴുതിയിട്ടുള്ളത് N.A. നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 35 വർഷത്തിലധികമായി പശ്ചിമഘട്ട മലനിരകളിലൂടെ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറാണ്. പ്രകൃതി നശീകരണത്തിനെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. നെഞ്ചോട് അണച്ചു പിടിക്കുന്നത് പോലെ ആയിരിക്കാം ഭൂമി ഓരോ വൃക്ഷത്തെയും തന്നിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത്. വേരുകളൊക്കെയും നാം കൊത്തി അകറ്റുമ്പോഴും ഭൂമി തുരന്നവ പുറത്തിടുമ്പോഴും വീഴുന്നതിന് തൊട്ടു മുമ്പ് ആ വൃക്ഷത്തിന് ദയനീയമായ ഒരു നിൽപ്പുണ്ട്. ഏതാനും നിമിഷത്തേക്ക് മാത്രം തൻ്റെ ചുറ്റിനും തന്നോടൊപ്പം വളർന്നു വന്ന കൂട്ടുകാരെയെല്ലാം അവസാനമായി ഒരു നോക്ക് കാണുന്നതിന്, പിന്നീട് ഒടുവിലെ വേരും അറ്റ് ആർത്തലച്ചത് മണ്ണിലേക്ക് പതിക്കുന്നു. അപ്പൊ ഭൂമി ഒരു അമ്മയെ പോലെ വൃക്ഷങ്ങളെല്ലാം തന്നെ മാറോട് ചേർത്ത് ആയിരിക്കാം ഒരുപക്ഷെ ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ ലേഖകൻ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഈ വേരുകളൊക്കെ കൊത്തി അകറ്റുമ്പോഴും അതുപോലെ ഓരോ വൃക്ഷങ്ങളും പിടഞ്ഞു വീഴുന്നതിന് മുമ്പ് അവസാനം ഒരു നിമിഷം അത് ഒരുപക്ഷെ ചുറ്റുപാടും നോക്കുമായിരിക്കും തൻ്റെ കൂട്ടുകാരെ അവസാനമായി ഒന്ന് കാണുന്നതിന്. എന്നിട്ട് അത് കഴിഞ്ഞ് ആർത്തലച്ചത് ഭൂമിയിലേക്ക് വീഴുന്ന ആ ഒരു വീഴ്ച വളരെ ദയനീയമാണ് എന്ന് നമ്മുടെ ലേഖകൻ പറയുകയാണ്. മഴക്കാടിന്റെ അടിത്തട്ടിലുടനീളം വേരുകളായിരുന്നു. അവയെ പുതഞ്ഞ് കറുത്ത മണ്ണും മുകളിൽ അഴുകി കുഴമ്പ് രൂപത്തിലായ മരിച്ച ഇലകൾ, അതിനു മുകളിൽ പഴകിയ ഇലകളുടെയും പൊടിഞ്ഞ ഇലകളുടെയും അടുക്ക്, വീണ്ടും മുകളിൽ പൊടിഞ്ഞ് ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇലകൾ, ഏറ്റവും മുകളിൽ പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഇലകൾ. ഈ ഇലയടരുകളെല്ലാം തന്നെ അങ്ങ് താഴെയുള്ള വേരുകൾ തേടി ചെല്ലുകയാണ്. വേരുകളിലൂടെ വീണ്ടും വൃക്ഷങ്ങളിലെത്തി പുനർജനിക്കാൻ. അപ്പോൾ ഓരോ ഇലകളും ഓരോ ദിവസവും വീഴുന്ന ഇലകൾ ഇങ്ങനെ അടരുകളായിട്ട് ഏറ്റവും ഒടുവില് അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടിൽ അഴുകിയത്, അങ്ങനെ ഓരോ ദിവസവും വീഴുന്ന ഇലകൾ ഇങ്ങനെ അടരുകളായിട്ട് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വീണുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യം വീണ ഇലകൾ എന്താണ്? വളമായിട്ട് ആ വേര് വീണ്ടും അതിനെ വലിച്ചെടുത്ത് വീണ്ടും ആ വൃക്ഷങ്ങളിലൂടെ ഇലകളായിട്ട് പുനർജനിക്കുകയാണ്. അപ്പൊ ഈ ഇലകൾ വീഴുന്ന എന്തിനാണ് എന്നാണ് ലേഖൻ പറയുന്നത്. വീണ്ടും വേരുകളിലെത്തി വീണ്ടും വൃക്ഷത്തിലെ ഇലകളായിട്ട് പുനർജനിക്കാനാണ് എന്ന് അദ്ദേഹം പറയാം. അപ്പൊ ഒരു ചാക്രികമായ ഒരു ജീവിത ചക്രത്തെക്കുറിച്ച്, ഒരു ചാക്രികമായ ഒരു ജീവിത ചലനത്തെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ നമ്മുടെ മുൻപിൽ വെക്കുന്നത്. വയനാട്ടിലെ കുറുവ ദ്വീപുകളിൽ മത്സരത്തോടെ പുഴയെ തേടി ചെല്ലുന്ന വേരുകളെ എവിടെയും കാണാം. അവ പുഴയോരമാകെ കൈയടക്കിയിരിക്കുന്നു. ഇവ ദ്വീപുകളെ തെല്ലെങ്കിലും ദൃഢപ്പെടുത്താതിരിക്കില്ല. നല്ല ബലിഷ്ഠമായ വേരുകളും കല്ലുകളും ഒക്കെ കൂടി പുഴയുടെ ശക്തമായ ഒഴുക്കിനെ പ്രതിരോധിക്കുകയാണ്. വേരുകളിലൂടെ വഴുക്കാതെ വേണം പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. മഴയുടെ നനവും പുഴയുടെ കുളിരും വേരുകളിലൂടെ തൊട്ടറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലെ, വയനാട്ടിലെ കുറുവ ദ്വീപുകളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. അത് വേരുകളൊക്കെ ഇങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി ചെന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിങ്ങനെ പുഴയോരമാകെ കൈയടക്കിയിരിക്കുകയാണ്. അവ ആ കുറുവ ദ്വീപിനെ തീർച്ചയായും ഈ വേരുകൾ നല്ലപോലെ ദൃഢപ്പെടുത്തുന്നുണ്ടാവാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഈ വേരുകളും ആ കല്ലുകളും ഒക്കെ ചേർന്ന് ആ പുഴയുടെ ഒഴുക്കിനെ ഒന്ന് പ്രതിരോധിക്കുന്നുണ്ട്. വേരുകളിലൂടെ വളരെ കഷ്ടപ്പെട്ട് വഴുക്കലില്ലാതെ എന്നാതെ വേണം നമുക്ക് പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. മഴയുടെ നനവും പുഴയുടെ കുളിരും വേരുകളിലൂടെ നമുക്ക് തൊട്ടറിയാൻ കഴിയും. വേരുകൾക്കരികിലിരിക്കുമ്പോൾ വൃക്ഷത്തിൽ നിന്ന് പുഴക്കരികിലേക്ക് ഇറങ്ങി വരുന്ന വേരുകളെ നോക്കി ചിലപ്പോൾ കാട് ചുറ്റി വരുന്ന പുഴയുടെ കഥകൾ വേരുകൾ വഴി വൃക്ഷങ്ങൾ കേൾക്കുന്നുണ്ടാവാം. അതോ വൃക്ഷങ്ങളുടെ കഥകൾ പുഴയ്ക്ക് കേൾക്കുവാനോ ജലാശയങ്ങളും വേരുകളും തമ്മിൽ എന്തൊക്കെ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടാവും. പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, പല ദേശങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ പുഴ ഒഴുകുന്ന പുഴയോട് വൃക്ഷങ്ങൾക്ക് പലതും പറയാനുണ്ടാവാം, അല്ലെങ്കിൽ ആ വേരുകൾക്ക് പലതും പുഴയോട് പറയാനുണ്ടാവും. പുഴ പല കഥകളും വേരുകളോടും പറയുന്നുണ്ട്. അപ്പൊ അവർ തമ്മിൽ ഒരു ആശയവിനിമയം ഉണ്ടാകും എന്നാണ് നമ്മുടെ ലേഖകൻ ഇവിടെ പറയുന്നത്. വലിയ ചീനി വൃക്ഷങ്ങൾ കാണുമ്പോൾ ചെമ്പന്റെയും കുമാരന്റെയും കൂടെ തേൻ നോക്കാൻ ഷോളയാർ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നത് ഓർമ്മയിൽ ഉണരും. അടിച്ചിൽ തൊട്ടി മുതുവക്കുടിയിൽ നിന്ന് ഞങ്ങൾ അന്ന് കാടിന്റെ ഏറെ ഉള്ളിലായിരുന്നു. കാട്ടുചോലകൾക്കുള്ളിലും വൻ വൃക്ഷച്ചോടുകൾക്കിടയിലും അന്തി ഉറങ്ങിയ രാവുകൾ. കുമാരൻ എപ്പോഴും വലിയ ചീനിച്ചോട് ഉറക്കത്തിനായി തിരഞ്ഞെടുക്കുമായിരുന്നു. അവയുടെ വേരുകൾ തായ്തടിയിൽ നിന്നു തന്നെ ചുറ്റിനും പടർന്ന ഉയരത്തിൽ ഭിത്തി പോലെ നിൽപ്പുണ്ടായിരുന്നു. ആദ്യമൊക്കെ ആ കാഴ്ച കൗതുകകരമായിരുന്നു. ഇത്തരം വേരുകൾക്കിടയിൽ കാട്ടുപൂവയിലകൾ മെത്ത പോലെ വിരിച്ച് ചെമ്പനും കുമാരനും ഉറക്കറ തയ്യാറാക്കും. 2 വേരുകൾക്കിടയിൽ 5ഉം 6ഉം പേർക്കൊക്കെ സുഖമായി കിടന്നുറങ്ങാം. ഷോളയാറിന്റെ ഇരുണ്ട കാട്ടിടങ്ങളിൽ ഇത്തരം മഹാവൃക്ഷങ്ങൾ അനവധിയുണ്ട്. അപ്പൊ ആ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയാലേ ഇത്തരം കാഴ്ചകൾ കാണാൻ കഴിയുള്ളൂ. നമ്മുടെ ലേഖന കാട്ടിനുള്ളിൽ കണ്ട കാഴ്ചകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച ചില അനുഭവങ്ങളെ കുറിച്ചാണ്
ഇവിടെ സൂചിപ്പിക്കുന്ന. അപ്പൊ ഷോളയാർ കാടുകളിലൂടെ അലഞ്ഞു നടന്ന് അദ്ദേഹം ഓർമ്മിക്കുകയാണ് കാട്ടുചോലകൾക്കിടയിലും വൻവൃക്ഷങ്ങൾക്കിടയിലും അന്തി ഉറങ്ങിയ രാവുകളെ കുറിച്ച്. അപ്പോൾ ഒട്ടും ഭയമില്ലാതെ അല്ലെ സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന അതേ മനസ്സോടുകൂടി ആ കാട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല അല്ലെ. അപ്പോൾ ആ വേരുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവ തായ്തടിയിൽ നിന്ന് തന്നെ ചുറ്റിനും പടർന്ന് ഉയരത്തിൽ ഒരു ഭിത്തി പോലെ ആയിത്തീർന്നിരിക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ അത്തി മരത്തിന്റെയും ആൽമരത്തിന്റെയും ഒക്കെ വേരുകൾ ഇങ്ങനെ പടർന്നു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ, താഴേക്ക് അത് വന്ന് വീണ ഒരു ഭിത്തി പോലെ ആയിത്തീരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ, അതായത് ഈ വേരുകൾക്കിടയിൽ സുഖമായിട്ട് കാട്ടുകൂവയിലകൾ നിരത്തി കഴിഞ്ഞാൽ നല്ല ഒരു മെത്തയിൽ കിടന്നുറങ്ങുന്ന അനുഭവമാണെന്നാണ് ലേഖൻ പറയുന്നത്. രണ്ട് വേരുകൾക്കിടയിൽ 5ഉം 6ഉം പേർക്കൊക്കെ. അപ്പൊ ആ വേരുകളുടെ വിസ്തൃതിയും മരത്തിന്റെ വലിപ്പവും ഒക്കെ നമുക്ക് ഊഹിക്കാനേ കഴിയും അല്ലെ. അപ്പൊ ആ ഷോളയാറിന്റെ ഇരുണ്ട കാട്ടിടങ്ങളിൽ ഇത്തരം മഹാവൃക്ഷങ്ങൾ ഒന്നും രണ്ടൊന്നുമല്ല, അനവധി ധാരാളമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുലർച്ചെ മിഴികൾ തുറന്നത് ഇലകൾ കൊണ്ട് മൂടിയ വലിയൊരു കുടക്കീഴിലാണെന്ന് ഓർമ്മപ്പെടുത്തലോടെയാണ്. എന്താണ് ആ കുടക്കീഴിൽ എന്ന് പറയുന്നത്? വൃക്ഷത്തിന്റെ കീഴില്. ഇത്തരം കിടപ്പിലാണ് ആ വലിയ വൃക്ഷത്തിന്റെ ഉയരം കണ്ണുകളിൽ കണ്ടത്. അതെ, ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം. നമ്മൾ ആ വേരിനോടൊപ്പം കിടന്നെങ്കിൽ മാത്രമേ ആ വൃക്ഷത്തിന്റെ ഉയരം എത്രയാണെന്ന് നമുക്കറിയാൻ കഴിയും അല്ലെ. എപ്പോഴും നമ്മൾ എന്താണ് ഭൂമിയോളം താഴുക എന്ന് പറയുമ്പം അല്ലെ, നമ്മുടെ വിനയമെന്നോ എളിമയെന്നോ ഒക്കെ പറയാവുന്ന അത്രത്തോളം നമ്മൾ താഴ്ന്നാൽ മാത്രമേ ഉയർച്ച എത്രത്തോളം ഉണ്ടെന്നുള്ളതിന് നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ഭൂമിക്ക് വേരുകളിലൂടെ ആയിരിക്കാം ആകാശത്തെ തൊടാനാകുന്നത്. ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ഭൂമിയെ തൊടുന്ന പോലെയാണ് ചില ആൽമരങ്ങളുടെ വേരുകൾ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ചില ആൽമരങ്ങളൊക്കെ അതിന്റെ വേരുകളൊക്കെ ഭൂമിയിലേക്ക് വന്ന് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന പോലെയുള്ള അനുഭവമാണ് നമുക്ക് തരുന്നത്. അത്തരം വൃക്ഷങ്ങൾ വേരുകളാൽ ചുറ്റും അതിരുകൾ തീർക്കുന്നു. പതുക്കെ പതുക്കെ അതിരുകൾ വലുതായിക്കൊണ്ടിരിക്കും. അതിനിടയിൽ മറ്റു ജന്തുജാലങ്ങൾ ഒക്കെ വളർന്നു വരാനും ജീവിച്ചു പോകാനുമുള്ള മറ്റൊരു ലോകം രൂപം കൊള്ളുന്നുണ്ട്. ഒരു പുതിയ ആവാസ വ്യവസ്ഥ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വേരുകൾ വളർന്ന് താഴെ വന്ന് പതിച്ച ആ വേരുകളുടെ ഒരു ചുറ്റ്, അതിൻ്റെ ഇടയിൽ അല്ല അതിൻ്റെ ഉള്ളിൽ ധാരാളം പലതരത്തിലുള്ള ജീവികളും ജന്തുജാലങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു പുതിയൊരു ആവാസ വ്യവസ്ഥ പോലെ അവിടെ രൂപം കൊള്ളുന്നു. മണ്ണിനെ പിടിച്ചു നിർത്തുന്ന വേരുകളെ നാം വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാറില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വലിയ പാറക്കൂട്ടങ്ങളെ താഴേക്ക് വിട്ടുകളയാൻ മടിച്ച് പിടിച്ചു നിർത്തിയിരിക്കുന്ന വേരുകളെ കുറിച്ചും ചിന്തിക്കാറില്ല. നമ്മൾ കാടിന്റെ നടുവിലൂടെ അല്ലെങ്കിൽ വന പ്രദേശത്തുള്ള റോഡുകളിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ പാറകളൊക്കെ വേരുകൾ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിർത്തിയിരിക്കുന്ന കാഴ്ച. നമ്മൾ വിചാരിക്കും ഇപ്പം അത് ആ പാറ താഴെ പോകുന്നു. അങ്ങനെ വേരുകളും നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. വേരുകളാൽ പ്രണയിച്ചു പോയ ഒരു പാറ ഇപ്പോഴും ക്യാമറ ഫ്രെയിമിൽ നിറയുന്നു. അദ്ദേഹത്തിന്റെ ചിത്രത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വേരുകൾ അതിനെ വല്ലാതെ ആലിംഗനം ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ആ പ്രണയ തീവ്രതയിൽ നിന്ന് അതിന് തെല്ലും വിട്ടുപോകാൻ ആഗ്രഹമില്ലാതിരുന്നിട്ടും പോയതുപോലെ തോന്നും. പുഴയ്ക്ക് അടിത്തട്ടിലെ ചുവന്ന നിറമാർന്ന വേരുകൾ കണ്ടാൽ. കാട്ടുവൃക്ഷ വേരുകളെ തഴുകി ഒഴുകുന്ന അരുവികളിൽ മുങ്ങി നിവരുമ്പോൾ കാടിന്റെ മുഴുവൻ ഊർജവും മനസ്സിലേക്കും ശരീരത്തിലേക്കും പ്രവഹിക്കുന്ന അനുഭവം. വയറു നിറയെ ആ ഔഷധക്കൂട്ട് കോരി കുടിക്കുമ്പോൾ വിശപ്പും തളർച്ചയും ഒക്കെ എത്രയോ അകലെ. കാട്ടരുവികൾക്കരികിലിരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ജീവനില്ലാത്ത മിനറൽ വാട്ടർ കുടിക്കുന്നവർക്ക് തൊട്ടരികിലൂടെ ഒഴുകുന്ന ഔഷധക്കൂട്ട് നിഷിദ്ധമാണ്. രോഗങ്ങളെ മാത്രം ഭയന്നു ജീവിക്കുന്നവർക്ക് കാട്ടുചോലയിലെ ജലം, മണ്ണ്, വായു, സൂര്യപ്രകാശം, കാറ്റും മഴ ഇതൊക്കെ അന്യമാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പ്രകൃതിയിലുള്ളവയെ അല്ലെ പ്രകൃതിയിൽ നിന്ന് മാറി ജീവിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ലേഖൻ ഇവിടെ നമ്മളെ അങ്ങനെയുള്ളവരെയാണ് ലേഖൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും മഴ നനയാൻ നമുക്ക് മടിയാണ്, വെയിൽ കൊള്ളാൻ മടിയാണ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും. മണ്ണിലിറങ്ങി കളിക്കാൻ നമ്മൾ കുട്ടികളെ പോലും അനുവദിക്കാറില്ല. അങ്ങനെ കാട്ടുചോലയിലെ ജലമൊന്നും കുടിക്കുന്ന നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അല്ലേ. പക്ഷെ അവയൊക്കെ നമുക്ക് നിഷിദ്ധമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നിഷിദ്ധമാണെന്ന്? നമ്മൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അയ്യോ അത് നമുക്ക് പറ്റില്ല എന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്? നമ്മൾ രോഗങ്ങളെ ഭയക്കുന്നു. നമുക്ക് എപ്പോഴും രോഗത്തെക്കുറിച്ചുള്ള ഭയമാണ്. അയ്യോ മഴ നനഞ്ഞാൽ പനി വരുമോ, വെയിൽ കൊണ്ടാൽ പനി വരുമോ, മണ്ണിൽ കളിച്ചാൽ നമ്മുടെ തൊലിപ്പുറത്ത് എന്തെങ്കിലും അസുഖം ഉണ്ടാവും, ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളെ വേട്ടയാടുന്നത്. അപ്പൊ അദ്ദേഹം മറ്റൊരു കാര്യവും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാട്ടുവൃക്ഷ വേരുകളെ തഴുകി ഒഴുകുന്ന അരുവികളിൽ മുങ്ങാം. നമ്മൾ അരുവികളിലൊക്കെ കുളിക്കുന്ന അനുഭവം നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല അല്ലെ. ആ ഒരു സുഖം, സന്തോഷം ആ അരുവിയിൽ നമ്മൾ കുളിച്ച് ഉയർന്നു വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു സന്തോഷം, നമ്മുടെ ഊർജവും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നോട്ട്
പ്രത്യേക ഒരു അനുഭൂതിയുമൊക്കെ ഒന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ആ വയറ് നിറയെ ആ വെള്ളം, പരിശുദ്ധമായ ഒഴുകുന്ന ആ അരുവിയിൽ നിന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ വലിയൊരു ഊർജ്ജം, ഒരു ഔഷധം പോലെ, ഒരു ഔഷധ കൂട്ടുപോലെ ആയിരിക്കും നമുക്ക് ശരീരത്തിന് ഒരു ഊർജ്ജം തരിക എന്നാണ് പറയുന്നത്. പെരിയാർ കടുവ സങ്കേതത്തിലെ വാച്ചർ കണ്ണനോടൊപ്പമാണ് പാൽക്കാച്ചി മല കയറിയത്. അധികമാരും കയറി ചെല്ലാത്തമായിരുന്നു അത്. മുകളിലെ ആ കൊച്ചു നിത്യഹരിത വനം, അതിനകത്തൊരു ചെറിയൊരു നീർച്ചാല്, കാട്ടുപോത്തിന്റെ അസ്ഥികൾ, അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന പെരിയാർ തടാകത്തിലെ മനോഹരമായ ദൃശ്യം. പക്ഷേ തിരിച്ചുള്ള ഇറക്കം മറക്കാൻ ഒക്കില്ല. ആരുമാരും ഇറങ്ങിയിട്ടില്ലാത്ത ചെരുവിലൂടെയായിരുന്നു അത്. ഇഞ്ചപ്പടർപ്പുകൾക്കിടയിലൂടെ കണ്ണനെ പിന്തുടർന്ന ഏതൊക്കെയോ വൃക്ഷങ്ങളുടെ വേരുകളിൽ ചവിട്ടിയും തൂങ്ങിക്കിടന്നുമൊക്കെയായിരുന്നു വേനൽ കൊടുമ്പിരി കൊണ്ട ദിനങ്ങൾ. മലഞ്ചെരുവിലൂടെയുള്ള വഴികളൊക്കെ ഉണങ്ങി മുള്ളുകൾ പോലെ ഇരുന്നിരുന്നു. കാലുകളിലും കൈകളിലും മുള്ളുകൾ കുരുങ്ങി നിൽക്കുമ്പോഴാണ് ഒരു കരടിയമ്മയും കുഞ്ഞും ഞങ്ങളെ കടന്നുപോയത്. മുതുകിലെ ബാഗിൽ ക്യാമറ അപ്പോൾ വിശ്രമിക്കുകയായിരുന്നു. ആ കൊടും ഇറക്കത്തിന് 2 കരങ്ങൾ പോരായിരുന്നു. അപ്പം കുത്തനെയുള്ള ഇറക്കത്തിൽ വെച്ചാണ് ഒരു വന്യജീവി ഫോട്ടോഗ്രാഫർ കൂടിയായ ഇദ്ദേഹത്തിന്റെ ക്യാമറ അദ്ദേഹത്തിന്റെ ചുമലിൽ തൂങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ആ 2 കൈകൾ പോരായിരുന്നു ആ കുത്തനെയുള്ള ഇറങ്ങാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കരടിയുടെയും കുഞ്ഞുങ്ങളുടെയും പടമെടുക്കാൻ സാധിച്ചില്ല. ആ കൊടുമിറക്കത്തിന് 2 കരങ്ങൾ പോരായിരുന്നു. വേരുകൾ തൂങ്ങി അടുത്ത വേരുകളിൽ പിടിച്ച് ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. വേരുകളിലൂടെ ഒരു മടക്കയാത്ര. ആ ഉയരത്തിലേക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങുന്നത് വളരെ ശ്രമകരമായിരുന്നു, വളരെ ദുഷ്കരമായിരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വേരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഔഷധ മൂല്യം അറിയുന്ന മൂപ്പനായിരുന്നു അടിച്ചിൽ തൊട്ടി മുതുവക്കുടിയിലെ കാണിക്കാരൻ അരുണാചലം. വേരുകളിലൂടെ ജീവിതം തിരിച്ചു പിടിക്കുന്ന മനുഷ്യൻ. എന്തിനും ഏതിനും ആ ആദിവാസിയുടെ കൈവശം വേരുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ആദിവാസികളൊക്കെ എല്ലാ രോഗങ്ങൾക്കും ഈ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഈ വേരുകളാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. വേരുകളുടെ മൂല്യം അറിയാവുന്ന ഒരു മൂപ്പനായിരുന്നു, ആദിവാസി മൂപ്പനായിരുന്നു അരുണാചലം എന്ന് പറയുന്ന ഒരു ആദിവാസി. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാത്തിനും വേരുകളുണ്ട്. ചില വേരുകൾ ഉണക്കിയെടുത്ത് അയാൾ മുതുവാക്കെട്ടിൽ സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥിരമായി കൊണ്ടു നടക്കുന്ന കെട്ടിൽ, ഭാണ്ഡത്തിൽ സൂക്ഷിച്ചിരുന്നു. മുതുവാന്മാർക്കിടയിൽ ആ ഔഷധ മഹിമ അരുണാചലത്തിന് മാത്രം സ്വന്തമായിരുന്നു. ഒരു വൈദ്യൻ എന്ന് വേണമെങ്കിൽ പറയാം ആദിവാസികളുടെ ഇടയിലുള്ള. നഖമിളകി മാറിയ കാൽവിരൽ നോക്കി കുറച്ചു നേരം ഇരുന്നതും പിന്നീട് കാടിനകത്തളത്തിലേക്ക് കയറിപ്പോയി ഏതോ ഒരു വേരുമായി തിരിച്ചു വന്ന് ഓർക്കുന്നു. അപ്പൊ ലേഖന ഇപ്രകാരത്തിൽ ഒരു ചെറിയ അപകടം സംഭവിച്ച ഒരു കാലിലെ നഖം ഒന്ന് ഇളകി പോയപ്പോൾ വാക്കത്തിയുടെ മടമ്പ് കൊണ്ട് വേര് ചതച്ച് കാലിൽ വെച്ചു. അങ്ങനെ അത് ഉണങ്ങിയത് അനുഭവം അദ്ദേഹം ഓർമ്മിക്കുകയാണ്. 25 വർഷം മുമ്പാണ് അരുണാചലവും മുത്തയ്യയും ഒക്കെ ആദ്യമായി കാടിറങ്ങി നാട്ടിലേക്ക് വന്നത്. അന്ന് അറബിക്കടലിന് മുൻപിൽ അത്ഭുതത്തോടെയാണ് അവർ നിന്നത്. അതിനു മുമ്പ് കടൽ കണ്ടിട്ടില്ല. അപ്പൊ ഈ 25 വർഷം മുമ്പ് അരുണാചലവും മുത്തയ്യയും ഒക്കെ ആദ്യമായിട്ട് കാട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് വന്നു. എന്നിട്ട് ആ അറബിക്കടലിന് മുമ്പിൽ അവര് അത്ഭുത സ്തബ്ധരായിട്ട് നിന്നുപോയി. അവർ ആദ്യം കാണുന്ന ഒരു വലിയ അത്ഭുതമായിരുന്നു അത്. കണ്ടൽക്കാടുകൾക്കിടയിലെ വേരുകൾക്കിടയിൽ നിന്ന് തനിക്ക് പരിചിതമായ വേരുകളുണ്ടോ? നമുക്കിവിടെയുള്ളത് കണ്ടൽക്കാടുകളൊക്കെ ആണല്ലോ. അപ്പൊ ആ അറബിക്കടലിന്റെ സമീപ പ്രദേശത്തുള്ള കണ്ടൽക്കാടുകളിലൊക്കെ വേരുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കി അരുണാചലത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ പരതുന്നുണ്ടായിരുന്നു, അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അടിച്ചിൽ തൊട്ടിയിൽ അരുണാചലമില്ല. വേരുകളുടെ രഹസ്യം അറിയുന്നവരുള്ള കാലം പോകെ അരുണാചലം ഇല്ലാതായി. അതുപോലെ ഔഷധക്കൂട്ടുകളുടെ രഹസ്യം അറിയാവുന്നവരും പിന്നീട് ഉണ്ടായില്ല. ഒരു ചെറിയ പനിക്ക് വേണ്ടി അവർ പട്ടണത്തിലെ ഡോക്ടർമാരെ തേടി പോകുന്നു. എല്ലാത്തിനും അവരുടെ കയ്യിൽ കൃത്യമായ മരുന്നുകൾ ഉണ്ടായിരുന്ന ആ കാലത്തിൽ നിന്നും മാറിയിട്ട് ഇന്ന് അവർ ചെറിയ പനി വന്നാൽ പോലും പട്ടണത്തിലേക്ക് ഡോക്ടറെ തേടി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാലം മാറിയിരിക്കുന്നു എന്നാണ് നമ്മുടെ ലേഖനം സൂചിപ്പിക്കുന്നത്. പാറയെ പിളർക്കാൻ തക്ക വീര്യമുള്ള വേരുകൾ ചിന്നാറിലെ മുൾക്കാടുകളിൽ കാണും. ഔഷധസത്തടങ്ങിയ കിഴങ്ങുകൾ തേടി അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള വൈദ്യന്മാർ വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മുൾക്കാടുകൾക്ക് അതിൻ്റെതായ ഔഷധ സസ്യങ്ങൾ ഏറെയുണ്ട്. ചിന്നാർ കാടുകളും മുതുമല കാടുകളും ഒരേപോലെയാണ്. കാട്ടിൽ എപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഉടുമ്പുമാരിക്ക് വേരുകളുടെ മഹിമ തിരിച്ചറിയാം. അയാളോടൊപ്പമുള്ള അലച്ചിലുകൾ എല്ലായ്പ്പോഴും ഏതൊക്കെയോ വേരുകൾ ചവച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ഉടുമ്പുമാരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം അയാളോടൊപ്പം യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ലേഖൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം എപ്പോഴും ഇങ്ങനെ എന്തോ വേര് ചവച്ചുകൊണ്ടിരിക്കും. മാരിയുടെ വയസ്സിനെ കുറിച്ച് ആർക്കും ഒരു പിടിയില്ല. കണ്ടാലും പ്രായം തീരെ തോന്നുകയില്ല. എപ്പോൾ ചോദിച്ചാലും സാറേ എനിക്ക് 50 വയസ്സാച്ച്, എനിക്ക് 50 വയസ്സായി സാറേ എന്നാണ് മറുപടി. 15 വർഷം മുമ്പ് മാരിയെ കാണുമ്പോഴും 50 വയസ്സ്, ഇന്നും 50 വയസ്സ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഔഷധ മൂല്യമുള്ള ഈ വേരുകളൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ പ്രായത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്. പെരുമ്പാവൂരിലെ ഇരിങ്ങോൾ കാവിലേക്ക് ഒഴിവു ദിനങ്ങളിലുള്ള യാത്രകളിലാണ് കാവുകളെ അറിയാൻ ശ്രമിച്ചത്. നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകതയായിരുന്നു അവിടെയായിട്ടുള്ള സാധാരണമായിട്ടുള്ള കാവുകൾ.
അപ്പൊ അത്തരത്തില് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ എന്താണ് വളരെ തിരക്കുപിടിച്ച നഗരത്തിന്റെ നടുക്കുള്ള ഒരു കാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇരിങ്ങോൾ കാവിലേക്ക് ഒഴിവു ദിനങ്ങളിലുള്ള യാത്രയിലാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. നഗരമധ്യേ വിശുദ്ധമായി സൂക്ഷിച്ച ഒരു ഹരിത ഇടം, തിക്കും തിരക്കുള്ള നഗരത്തിന്റെ ഇടയ്ക്ക് ഇതുപോലെ പച്ചപ്പാർന്ന ഒരു കാവ്, അതാണ് ഇരിങ്ങോൾ കാവ്. പോയ കാലം ഈ പ്രദേശമൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നതിനുള്ള തെളിവ്. ഒരുപക്ഷെ ആ നഗരം അങ്ങനെ ആകുന്നതിന് മുമ്പ് അവിടെ എല്ലാം കാടായിരുന്നിരിക്കാം, അല്ലെ? അങ്ങനെ കാട് ഇല്ലാതായി ചുരുങ്ങി നഗരമായി മാറിയതോടുകൂടി ഒരു ചെറിയ ഇടം മാത്രം, ഒരു കാവ് പോലെ ഇന്ന് അവശേഷിക്കുകയാണ്. എല്ലാ വേരുകളുടെയും അന്നം തേടിയുള്ള യാത്രകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മണ്ണിലേക്ക് ഊർന്നു വീഴുന്ന ഒരു ഇല പോലും വേരുകൾക്കായിട്ടാണല്ലോ മണ്ണടരുകളിലേക്ക് താണു പോകുന്നത് എന്ന് തോന്നിക്കും. അപ്പൊ എല്ലാ വേരുകളുടെയും അന്നം തേടിയുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ വൃക്ഷത്തിൽ നിന്ന് വീഴുന്ന ഇലകളും എന്താണ് പിൽക്കാലത്ത് വേരിന്റെ അന്നമായി മാറുകയാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഭൂമിയിലേക്ക് നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കൂടുകൾ എന്തുമാത്രം തടസ്സങ്ങളാണ് വേരുകളിൽ ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചില വൃക്ഷങ്ങളുടെ മുകളിലേക്കുള്ള പ്രയാണത്തെ വരെ അത്തരം പ്ലാസ്റ്റിക് വസ്തുക്കൾ തടയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കാണും വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആറ്റ് എറമ്പിലുള്ള ആറ്റ് തീരത്തുള്ള വൃക്ഷങ്ങളിലൊക്കെ ഇങ്ങനെ എന്താണ് വർണ്ണ കൊടികൾ പോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടുകളൊക്കെ പറക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പം ഈ മണ്ണിലുള്ള പ്ലാസ്റ്റിക് കൂടുകളും അതുപോലെ ഈ നദികളിലൂടെ ഒക്കെ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് കൂടുകളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ വൃക്ഷങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു, അതിൻ്റെ വേരുകളെ എത്രത്തോളം നശിപ്പിക്കുന്നു എന്ന കാര്യം കൂടെയാണ് നമ്മുടെ ലേഖകൻ ഇവിടെ പറയുന്നത്. ഇത്തരം ചെയ്തികളെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഉൾക്കിടലത്തോടെ, ഒരു ഞെട്ടലോടെ, ഭയത്തോടെയും ഞെട്ടലോടെയും കൂടി മാത്രമേ മനുഷ്യന്റെ ഇത്തരം പ്രവർത്തികളെ കാണാൻ കഴിയൂ. അതായത് തന്നെ മറന്നുകൊണ്ട്, തൻ്റെ ഭൂമിയെക്കുറിച്ച് മറന്നുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തികൾ, കൂടുകളൊക്കെ ഇഷ്ടാനുസരണം തോന്നിയിടത്തേക്ക് വലിച്ചെറിയുന്ന പ്രവണതയാണ് അദ്ദേഹം ഇവിടെ കുറ്റപ്പെടുത്തുന്നത്. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് വേരുകൾ പിഴുതെറിയുമ്പോൾ ഭൂമിയെ ഭദ്രമായി കെട്ടിവെച്ചിരിക്കുന്ന വേരുകളാണ് ഒന്നൊന്നായി അറുത്തുമാറ്റിക്കൊണ്ടിരിക്കുന്നത്. വേരുകളൊക്കെ തന്നെ നഷ്ടപ്പെടുത്തിയോ നഷ്ടപ്പെടുത്തുന്നതായ മനുഷ്യരെ കുറിച്ച് ഓർക്കുന്നു. അപ്പൊ ഈ വേരുകൾ എന്ന് പറയുന്ന വൃക്ഷങ്ങൾക്ക് മാത്രമല്ല, അല്ലെ? നമ്മുടെ മനുഷ്യനുമുണ്ട് വേരുകൾ. ഭൂമിയെ നമ്മൾ ഇവിടെ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എല്ലാം മനുഷ്യന്റെ വേരുകളാണ്, അല്ലെ? അപ്പം മനുഷ്യന്റെ ആ പൂർവികത അല്ലെങ്കിൽ ആ പാരമ്പര്യം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ വേരുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പം വേരുകൾ തേടിയുള്ള യാത്ര നമ്മൾ പല ആളുകളും, അല്ലെ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മറ്റു പ്രദേശങ്ങളിലൊക്കെ പോയ ആളുകൾ വേരുകൾ തേടി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് മുൻപുണ്ടായിരുന്നത് ഒക്കെ നമ്മുടെ വേരുകളാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു, അല്ലെ? ഏതൊന്നിന്റെ നിലനിൽപ്പ് തന്നെ ഭൂമിയിലേക്ക് ആഴത്തിൽ പിടിച്ചു നിർത്തുന്ന വേരുകളാണല്ലോ. ഏതൊരു കാര്യവും നിലനിൽക്കണമെങ്കിൽ അതിന് വേരുകൾ വേണം. അത് മരങ്ങളാവട്ടെ, മനുഷ്യരാവട്ടെ, നമ്മളെ ഇവിടെ താങ്ങി നിർത്തുന്നത്, നമ്മളെ ഇവിടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒക്കെ നമുക്ക് എന്താണ് വളരാനുള്ള കാര്യങ്ങൾ ഊർജം തരുന്നൊക്കെ നമ്മുടെ വേരുകൾ തന്നെയാണ്. അത് വേരുകൾ വിച്ഛേദിക്കുന്നത് നമുക്കറിയില്ലായിരിക്കാം. അറിഞ്ഞാലും തിരക്കേറിയ ജീവിതത്തിൽ വേരുകൾക്ക് എന്തു പ്രസക്തിയാണ്? നമ്മൾ തിരക്കുപിടിച്ച ഓട്ടത്തിലാണല്ലോ നമ്മൾ പലതും സമ്പാദിക്കാനും നേടാനും, അല്ലെ, വിജയങ്ങൾ നേടാനും ഒക്കെ ഉള്ള യാത്രയിൽ നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന വേരുകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ ഇവിടെ എത്തിച്ച വേരുകളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. വേരുകൾ നിർബന്ധപൂർവ്വം പറിച്ച് പലായനം ചെയ്യേണ്ടി വരുന്നവരെ കുറിച്ച് ഉള്ള വാർത്തകൾ ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം മുഖത്തുനിന്നൊക്കെ, അല്ലെ, ആളുകൾ പല തരത്തിലുള്ള, നമുക്ക് നമ്മുടെ ഈ ഭൂമിയിലെ പലയിടങ്ങളിൽ, ലോകത്തിൽ പലയിടങ്ങളിലും യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലരും ബലമായി പറിച്ചെറിയപ്പെടുന്നുണ്ട്, അല്ലെ? സ്വന്തം നാട്ടിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് പലായനം ചെയ്യുക, ഓടിപ്പോവുകയാണ്, രക്ഷപ്പെട്ട് ഓടുന്നതാണ് പലായനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പലായനം ചെയ്യേണ്ടി വരുന്നവരെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. NH 47 തൃശ്ശൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള ഭാഗത്ത് ഒരു കാലത്ത് റോഡിന് ഇരുവശവും വലിയ മാവുകളും പ്ലാവുകളും ഉണ്ടായിരുന്നു. വഴിയാത്രികർക്കും വാഹനങ്ങൾക്കും തണലേക്ക് സ്വാദിഷ്ടമായ പഴങ്ങൾ നൽകിയും അവ അവിടെ നിന്നു. ചില ആളുകളുണ്ടല്ലേ വഴിവക്കിലൊക്കെ നല്ല ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആളുകളുണ്ട്. അവർക്കത് ഉപയോഗയോഗ്യമായില്ലെങ്കിലും ഭാവി കാലത്ത് വരും തലമുറയ്ക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരത് വെക്കുന്നത്. തണലും ഫലങ്ങളും നൽകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് ഒറ്റ വൃക്ഷവും അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. റോഡിന് മധ്യേ പിടിപ്പിച്ചിരുന്ന വർണ്ണച്ചെടികൾക്ക് നമ്മൾ എന്താണ് സൗന്ദര്യവൽക്കരണം, അല്ലെ? റോഡുകളുടെ സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി വർണ്ണച്ചെടികളും പൂച്ചെടികളും ഒക്കെ വെക്കുന്നതിൽ എത്രയോ നല്ലതായിരിക്കും ഫലവൃക്ഷങ്ങളും നാട്ടുവൃക്ഷങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവ മണ്ണിനെ ഉറപ്പിച്ചു നിർത്തും, ധാരാളം ആളുകൾക്ക് തണൽ നൽകും, ഫലങ്ങൾ നൽകും, അതുപോലെ ഒരുപാട് ജീവജാലങ്ങൾക്ക് ഇടം, അല്ലെ, ജീവിക്കാനുള്ള ഇടം, കൂട് നൽകും.
എങ്കിൽ ഭീകരനായ ആ റോഡിന്റെ വശങ്ങളിലെ ചൂടിനൊരു ആശ്വാസം കിട്ടിരുന്ന ആരെങ്കിലും കുറച്ച് മരങ്ങൾ അവിടെ വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. ജലത്തിന്റെ ശോഷണത്തിന്, ഇല്ലായ്മയ്ക്ക്, കുറവിന് കുറച്ചെങ്കിലും തടയിടാനും കഴിയുമായിരുന്നു അല്ലെ. ഈ ജലമൊക്കെ ഇല്ലാതാവുന്നതും വരൾച്ച ഉണ്ടാവുന്നതും ഒക്കെ ഈ വൃക്ഷങ്ങൾ ഇല്ലാതാവുന്നതോടെയാണല്ലോ. നമ്മുടെ നാട്ടുവൃക്ഷങ്ങളുടെ വേരുകൾക്കൊക്കെ ഭൂമിയിലെ ഈർപ്പത്തെ നിലനിർത്താനും ജലം ശേഖരിച്ചു വെക്കാനുമുള്ള കഴിവുണ്ട്. നമ്മുടെ വൃക്ഷങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഭൂമിയിലെ ഈർപ്പത്തെ നിലനിർത്താനും അവയിൽ തന്നെ ജലം ശേഖരിച്ചു വെക്കാനുമുള്ള കഴിവ്. കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു കിടക്കുന്ന ഈ കൊച്ചു കേരളം ഇവിടെ ശേഷിക്കുന്ന പച്ചപ്പിലെ വേരുകളുടെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് അവ പിഴുതെറിയുന്നവർക്കറിയില്ലായിരിക്കാം. പലതിനു വേണ്ടിയും അല്ലെ, വൃക്ഷങ്ങളെ പിഴുതെറിയുന്ന എന്താണ്? വീടുകൾ വയ്ക്കാനോ, വ്യവസായശാലകൾ ഉണ്ടാക്കാനോ, നഗരവൽക്കരണത്തിന്റെ ഭാഗമായി അല്ലെ, മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഇടം കണ്ടെടുത്താനൊക്കെ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കുന്നത്. പക്ഷേ ഇത് പിഴുതെറിയുന്നവർക്ക് നമ്മളിങ്ങനെ ഈ കേരളം ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ ഈ മരങ്ങളുടെ ബലത്തിലാണ്, വേരുകളുടെ ബലത്തിലാണെന്ന് പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. വസിക്കാൻ ഇടമില്ലാത്ത ഇടങ്ങളിൽ പുതിയ പുതിയ പാതകളും പദ്ധതികളുമായി വരുന്നവർക്ക് മണ്ണിനെക്കുറിച്ചും വേരുകളെക്കുറിച്ചും എന്തറിയാം? മനുഷ്യന് ഈ പുരോഗതിക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ് പലരും വരുന്നുണ്ടല്ലോ. അവർക്കൊക്കെ ഈ വേരുകളെ കുറിച്ച് അവരൊരു പക്ഷേ ചിന്തിക്കുന്നു പോലും ഉണ്ടാവില്ല എന്ന സങ്കടത്തോടു കൂടിയാണ് ലേഖകൻ ഓർമ്മിപ്പിക്കുന്നത്. വേരുകൾ നഷ്ടപ്പെടുന്ന മണ്ണിന് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ തുടർച്ചയായ ഇടിച്ചിലുകളോടെ പ്രതികരിച്ചുകൊണ്ടിരിക്കാനേ ഒക്കൂ. നമ്മൾ പല സമയത്തായി കാണുന്ന നമ്മുടെ മലകൾ ഇടിഞ്ഞു വീഴുന്നത് അല്ലെ, നമ്മളെ പ്രളയത്തോടൊക്കെ അനുബന്ധിച്ച് ധാരാളമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഈ മണ്ണിടിച്ചിലും മറ്റും. അപ്പോൾ ഓരോ വേരും പിഴുതെറിയുമ്പോൾ നാം നമ്മുടെ വേരുകളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേരുകൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ഈ ഏറ്റവും ഒടുവിൽ തന്നെ വയനാടിന്റെ ദുരന്തമൊക്കെ അവിടെ അടിസ്ഥാനരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ യാതൊരു തത്വദീക്ഷയും ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ്. അത് സ്ഥലങ്ങളിൽ ധാരാളം കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെയാണ് പലപ്പോഴും ഇതിന് കാരണമായി തീരുന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ, ആഗോളതാപനവും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ പച്ചയിലെയും അവയുടെ വേരുകളിലെയും തിരിച്ചു നടത്തത്തിനുള്ള അറിവാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആഗോളതാപനമൊക്കെ നമുക്ക് ചൂട് നിരന്തരം വർദ്ധിക്കാനുള്ള കാരണമായി തീരുന്നു എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അതുപോലെ നിരന്തരമായ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വേരുകളിലേക്ക് നമ്മൾ തിരിച്ചു പോയേ, വേരുകളിലേക്ക് മടങ്ങിയേ മതിയാവൂ, വൃക്ഷങ്ങളെ സംരക്ഷിച്ചേ മതിയാവൂ എന്നുള്ള, അല്ലെങ്കിൽ ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ആ പച്ചപ്പ് നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ ഈ ഭൂമിയിൽ ഇനിയുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതിന് സൂചനയാണ്. ഒരു കാട്ടിൽ വൃക്ഷമായി ജനിക്കണമെന്ന് സ്വപ്നം കണ്ടിരുന്നു. വെട്ടി അകറ്റിയാലും പുതുനാമ്പുകളോടെ പുനർജനിക്കുന്ന കാട്ടാൽ വൃക്ഷം. അപ്പൊ അത് നമ്മുടെ ലേഖകൻ ഒരു ആഗ്രഹം പങ്കിടുകയാണ്. മനുഷ്യർ വയ്ക്കുന്ന കാട്ടുതീയിൽ പോലും പുനർജനിക്കുന്ന ഒരു വൃക്ഷമായി മാറണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഒരു കാട്ടില് ഒരു വൃക്ഷമായി ജനിക്കണമെന്നും അത് വെട്ടിയാലും പുതുനാമ്പുകളോടെ പുനർജനിക്കുന്ന കാട്ടാൽ വൃക്ഷമായി ഒരു ജനനം ഉണ്ടാവണം എന്ന് നമ്മുടെ ലേഖകൻ ആഗ്രഹിക്കുകയാണ്. അത് മനുഷ്യന്റെ വെക്കുന്ന തീയിൽ പോലും അതില്ലാതാവുന്നില്ല. അപ്പോൾ എന്നും നിലനിൽക്കുന്ന ഒരു ആൽവൃക്ഷമായ, ഒരു കാട്ടാൽ വൃക്ഷമായി ജനിക്കണമെന്ന് ലേഖകൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എത്രത്തോളം അദ്ദേഹം കാടിനെ പ്രണയിക്കുന്നു, എത്രത്തോളം കാടിനെ അറിയുന്നു, സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ നിലനിൽപ്പ്, ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ഈ വേരിലാണ്, കാട്ടിലാണ് എന്നുള്ള തിരിച്ചറിവ് ഒക്കെ നമ്മളുമായിട്ട് പങ്കിടുന്ന ഒരു ലേഖനമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ ലേഖകനെ കുറിച്ച് കൂടുതലായിട്ട് 1-2 കാര്യങ്ങൾ കൂടെ പറയാണ്. അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ പ്രമുഖ മാസികകളിലും മറ്റും ധാരാളം എഴുതുകയും ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ചിത്രങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ച് 2013 KR ദേവാനന്ദ് സ്മാരക പുരസ്കാരവും വന്യജീവി ഫോട്ടോഗ്രാഫിയും പരിസ്ഥിതി സംരക്ഷണവും ജനങ്ങളിൽ എത്തിക്കുന്നതിന് 2011 ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ഏർപ്പെടുത്തിയ എക്സലൻസി ഇൻ ഫോട്ടോഗ്രാഫി അവാർഡും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 പ്രധാന കൃതികൾ കാടും ഫോട്ടോഗ്രാഫറും കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന് 2 കൃതികളാണ്. അതിൽ രണ്ടാമത് പറഞ്ഞിട്ടുള്ള കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ പാഠഭാഗം. അപ്പം എത്രത്തോളം പ്രാധാന്യമാണ് ഒരു കാടിന് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേരുകൾക്ക് ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ നമ്മളുമായി പങ്കിടുന്നത്. നമ്മുടെ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ചോദ്യോത്തരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.